LP, UP, കാറ്ററ്റ്, എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി മുൻകാല ചോദ്യങ്ങളും ഉത്തരങ്ങളും 71 തൊട്ട് 80 വരെയാണ്. ഫസ്റ്റ് വൺ, ഒരു കുട്ടിക്ക് അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് കളിക്കാരനോട് കടുത്ത ആരാധനയാണ്. അയാളുടെ ശാരീരിക ചലനങ്ങളും വസ്ത്രധാരണ രീതിയും സ്വഭാവ സവിശേഷതകളും കുട്ടി അനുകരിക്കുന്നു. അയാളുടെ വിജയങ്ങളിൽ അവനും അഭിമാനം കൊള്ളുന്നു. ഇവിടെ ഏത് സമായോജന ക്രിയാതന്ത്രമാണ് കുട്ടി ഉപയോഗിക്കുന്നത്? താദാത്മീകരണം. സെക്കൻഡ് വൺ, ഹേനയ്ക്ക് ഒറ്റയ്ക്ക് പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട്. ടീച്ചർ പറയുന്നതിന് ശ്രദ്ധ കൊടുക്കാതെ അവൾ ഇടയ്ക്കിടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോയി പെൻസിലിന്റെ മുന കൂർപ്പിക്കുകയും ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയും ചെയ്യും. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ഏത് വിഭാഗത്തിൽ ഹേനയെ ഉൾപ്പെടുത്താം? ആൻസർ ഏതാണ്? ADHD. തേർഡ് വൺ, ഗാഗ്നെയുടെ പഠനശ്രേണി അനുസരിച്ച് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള പഠനം ഏത്? പ്രശ്ന പരിഹരണം. ഫോർത്ത് വൺ, മാസ്ലോയുടെ ആവശ്യ ശ്രേണിയിൽ ഒരു വ്യക്തിക്ക് സാക്ഷാത്കരിക്കാവുന്ന ഉയർന്ന ആവശ്യം ഏത്? ആത്മസാക്ഷാത്കാരം. ഫിഫ്ത്ത് വൺ, താഴെ കൊടുത്തിരിക്കുന്ന ഏതുമായാണ് സാമീപ്യ നിയമം, സാദൃശ്യ നിയമം, പൂർത്തീകരിക്കൽ നിയമം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. സിക്സ്ത് വൺ, ഗിൽഫോർഡിന്റെ ബുദ്ധിയുടെ ഘടനാ സിദ്ധാന്തമനുസരിച്ച് ബുദ്ധിയുടെ ഘടനാപരമായ 3 മാനങ്ങൾ ഏതൊക്കെ? ഉള്ളടക്കം, ഉത്പന്നം, മാനസിക പ്രക്രിയ. സെവൻത് വൺ, അധ്യാപിക ക്ലാസ്സിൽ നൽകിയ ഗണിത പസിലിന് ശരിയുത്തരം കണ്ടെത്താൻ സ്വാതിക്ക് കഴിഞ്ഞില്ല. എന്നാൽ വീട്ടിലെത്തിയിട്ടും അവൾ ആ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അത് പരിഹരിക്കുന്നതിനുള്ള മാർഗം കണ്ടെത്തുകയും ശരിയുത്തരത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. ഇതിനെ താഴെ കൊടുത്തിരിക്കുന്ന ഏതുമായി ബന്ധപ്പെടുത്താം? ഓപ്ഷൻ എ ശ്രമ പരാജയ പഠനം, ഓപ്ഷൻ ബി നിരീക്ഷണ പഠനം, ഓപ്ഷൻ സി ഉൾക്കാഴ്ച പഠനം, ഓപ്ഷൻ ഡി ആവർത്തന പഠനം. ആൻസർ ഈസ് സി ആണ്, ഉൾക്കാഴ്ച പഠനം. എയ്ത്ത് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വികാസ തത്വം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ വികാസം ഒരു തുടർ പ്രക്രിയയാണ്. ഓപ്ഷൻ ബി വിവിധ മേഖലകളുടെ വികാസം വ്യത്യസ്ത തോതിലായിരിക്കും. ഓപ്ഷൻ സി വികാസത്തിൽ വ്യക്തിവ്യത്യാസമുണ്ടായിരിക്കും. ഓപ്ഷൻ ഡി വികാസം അമൂർത്തമായിരിക്കും. അപ്പൊ ഇതിലെ വികാസം ഒരു തുടർ പ്രക്രിയയാണ്. വിവിധ മേഖലകളുടെ വികാസം വ്യത്യസ്ത തോതിലായിരിക്കും. വികാസത്തിൽ വ്യക്തിവ്യത്യാസമുണ്ടായിരിക്കും. ഇത് മൂന്നും വികാസത്തിന്റെ തത്വങ്ങളാണ്. അപ്പൊ ഇതിലെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. വികാസം അമൂർത്തമായിരിക്കും. നയൻത് വൺ, കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലിന്റെ ഉപജ്ഞാതാവ് ബ്രൂണർ. 10th വൺ, പ്രൊജക്ട് രീതിയുടെ പ്രധാന സവിശേഷത ഏത്? പഠിതാക്കളിൽ ഗവേഷണ മനോഭാവം വളർത്തുന്നു. ഇനി ഇന്നത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ്, കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ആരുടേതാണ്? ബ്രൂണറുടേതാണ്. താങ്ക് യു.